ലാപ്പിൽ ഏതോ സിനിമ വെച്ച് അതിനു മുന്നിൽ ഇരിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും വേദികയ്ക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ തീരെ സാധിക്കുന്നുണ്ടായിരുന്നില്ല. വേദു, അച്ഛൻ രാവിലെ ചോദിച്ചിരുന്നു, നീ എന്താ 2 ദിവസമായി ദർശൻ്റെ ഓഫീസിൽ പോകാത്തതെന്ന്. എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു? സുഖമില്ലെന്ന് പറഞ്ഞു. അല്ലാതെ വേറെന്ത് പറയാനാ? പിന്നെ വീരു പോയിട്ടുണ്ടല്ലോ. അമ്മയ്ക്ക് പറയായിരുന്നില്ലേ ഞാനിനി പോകുന്നില്ലെന്ന്? നീ എന്താ പെണ്ണെ ഈ പറയുന്നത്? എനിക്കിനി അവിടെ പോകാൻ പറ്റില്ല അമ്മേ. പ്രത്യേകിച്ച് ദർശനെ ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഞാൻ അമ്മയോടെല്ലാം പറഞ്ഞതല്ലേ. എടി പെണ്ണെ, ആ പയ്യൻ്റെ സ്ഥാനത്ത് അന്ന് വീരു ആയിരുന്നുവെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്യുമായിരുന്നുള്ളൂ. കുടുംബത്തോടും കൂടപ്പിറപ്പുകളോടും സ്നേഹമുള്ളവർ അങ്ങനെയാണ്. പക്ഷെ അമ്മേ, ദാസനങ്കിൾ പറഞ്ഞത് അവർക്ക് 2 പേർക്കും പരസ്പരം ഇഷ്ടമാണെന്നാണ്. ആ പെണ്ണിന് ചിലപ്പോൾ അങ്ങനെയുണ്ടാകും, പക്ഷേ ദർശന് കാണില്ല. നിന്റെ ജീവിതം നശിപ്പിച്ച കുടുംബത്തിലെ ഒരു പെണ്ണിനെ വീരുവിന് സ്നേഹിക്കാൻ സാധിക്കുമോ? അതുപോലെ തന്നെ ആയിരിക്കും അതും. പക്ഷേ അവർ ഭാര്യയും ഭർത്താവും അല്ലേ. എന്ത് ഭാര്യയും ഭർത്താവും? ദേഷ്യത്തിന് ഒരു താലി കെട്ടി ദാസൻ ചേട്ടൻ്റെ നിർബന്ധപ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തു. അത്രയല്ലേ ഉള്ളൂ. ഇതൊന്നും അത്ര വലിയ പ്രശ്നമായി നീ എടുത്തു പിടിക്കാതെ. നിന്നെയും അവനെയും ദർശൻ്റെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ ചില കണക്കുകൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ പയ്യനെ കാണുമ്പോഴെല്ലാം നിന്റെ അച്ഛന് പറയുമായിരുന്നു, ദേവുവിന് വേണ്ടി ആലോചിച്ചാൽ കൊള്ളാമെന്ന്. ഇതൊന്നും അറിയാതെ നീ തന്നെ അവനെ സ്നേഹിച്ചു. അതൊരു കണക്കിന് നല്ലതായില്ലേ? നീ വേണ്ടത് നിന്റെ മനസ്സിൽ തോന്നിയതുപോലെ ഇഷ്ടം അവനും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ കെട്ടിയതാണ്, കാമുകിയുണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെ പറഞ്ഞു കേട്ടതിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയല്ല വേണ്ടത്. പക്ഷെ അമ്മേ, ആ കുട്ടി ദർശനെ ഭർത്താവായി കണ്ട് സ്നേഹിക്കുന്നുണ്ട്. നീ നിന്റെ ജീവിതം നോക്കിയാൽ മതി, മറ്റുള്ളവരുടെ ജീവിതം നോക്കാൻ നിൽക്കണ്ട. ദർശൻ കൂടി നിന്നെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ദാസൻ ചേട്ടൻ എതിർപ്പൊന്നും പറയില്ല. വേണ്ട രീതിയിൽ അങ്ങേര് തന്നെ ആ കൊച്ചിനെ ഒഴിവാക്കിക്കോളും. നോക്ക്, ഈ കാലത്ത് അവനെ പോലൊരു പയ്യനെ കിട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാര്യം വീരു എൻ്റെ മോനാ. പക്ഷേ ദർശനെ വെച്ച് അവനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. വേദിക ആലോചനയോടെ അവരെയൊന്ന് നോക്കി. അതാ ഞാൻ പറഞ്ഞത്, വെറുതെ അതും ഇതും ആലോചിച്ച് കിട്ടാൻ പോകുന്ന നല്ല ജീവിതം കളയാൻ നിൽക്കണ്ട. ഇന്നിപ്പോൾ ഇത്രയും നേരമായില്ലേ, നീ നാളെ തൊട്ട് അവൻ്റെ ഓഫീസിൽ പോകണം. പക്ഷേ ഇനിയും ഞാൻ ദർശനോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ ദാസനങ്കിൾ അത് ശ്രദ്ധിക്കില്ലേ? അങ്ങേരുടെ മുൻപിൽ നീ ദർശനോട് ഒരല്പം അകലമിട്ട് നിന്നാൽ മതി. അല്ലാത്ത സമയത്തൊക്കെ നീ ഒരുപാട് സംസാരിക്കണം, അവനോട് അടുക്കാൻ ശ്രമിക്കണം. പതുക്കെ അവൻ്റെ മനസ്സിൽ കയറി പറ്റണം. അവനു കൂടി ഇഷ്ടമായി കഴിയുമ്പോൾ അച്ഛൻ പോയി ദാസൻ ചേട്ടനെ കണ്ട് സംസാരിക്കും. മകൻ്റെ മനസ്സിലും നീയാണെന്നറിഞ്ഞാൽ പിന്നെ അങ്ങേര് എതിർക്കില്ല. അമ്മ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് അന്നേരം വേദികയ്ക്കും തോന്നി. മോളൊരു കാര്യം ചെയ്യേ, എന്തായാലും ഇന്ന് ഓഫീസിൽ പോകുന്നില്ലല്ലോ. ഇവിടെ അടുത്ത് ഒരു പാർലറുണ്ട്, മോള് പോയി ഒരു ഫേഷ്യലൊക്കെ ചെയ്യേ. എൻ്റെ മോള് അല്ലെങ്കിലും സുന്ദരിയാ. എന്നാലും 2 ദിവസം കാണാതെ നിന്നെ കാണുമ്പോൾ അവനും ഒരു പ്രത്യേകത തോന്നട്ടെ. അമ്മ പറയുന്നത് കേട്ട് അവൾ നാണത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. അന്നേരം അവളുടെ മനസ്സിൽ അഭിരാമിയുടെ മുഖമുണ്ടായിരുന്നില്ല. ദർശനോടുള്ള അവളുടെ പ്രണയം മാത്രം നിറഞ്ഞു നിന്നു. ഉച്ചയാവാറായി. അപ്പോഴാണ് അഭിരാമി ദേവിയുടെ വീട്ടിലേക്ക് പോയത്. വർഷയെ വിളിച്ച് വിച്ചു എപ്പോൾ വീട്ടിലുണ്ടാകുമെന്ന് അവൾ ചോദിച്ചറിഞ്ഞിരുന്നു. എന്തായാലും ലതയെയും വർഷയെയും കാണാൻ പോകുകയല്ലേ, അപ്പോൾ പിന്നെ വിച്ചുള്ള സമയത്ത് പോയാൽ അത് ലാഭമാകുമല്ലോ എന്ന് അവൾ ചിന്തിച്ചു. കുറച്ച് മടിയോടെയാണ് അവൾ കോളിംഗ് ബെൽ അമർത്തിയത്. ഹരിദാസോ ദർശനോ ഇല്ലാത്ത സമയത്ത് ചിറ്റയിടത്തേക്ക് പോകാൻ അവൾക്കൊരു മടിയാണ്. മുൻപേ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന മുഖങ്ങളിൽ ഇപ്പോൾ തന്നോടുള്ള വെറുപ്പ് അവൾക്ക് തിരിച്ചറിയാം. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അറിയാമെങ്കിലും രാധികയ്ക്കും മാലതിക്കും ഇപ്പോഴും തന്നോട് ദേഷ്യം തന്നെയാണ്. ആ ആമിയോ? വാതിൽ തുറന്ന മാലതി ഒരു ചിരിയോടെ ചോദിച്ചു. എന്നാൽ ആ പുഞ്ചിരി ആമിയിൽ അത്ഭുതമാണ് ഉണ്ടാക്കിയത്. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? മോൾ അകത്തേക്ക് കയറി. ഞെട്ടൽ മറച്ചു പിടിച്ച് ആമി അകത്തേക്ക് കയറി. എനിക്കറിയാം, എൻ്റെ ഈ മാറ്റമാണ് മോളെ അത്ഭുതപ്പെടുത്തിയത് അല്ലേ? കഴിഞ്ഞ തവണ വന്നപ്പോൾ ഉള്ള ഭാവമല്ലല്ലോ ഇപ്പോൾ, അതല്ലേ? അത് ആൻറ്റി, ഞാൻ അന്ന് കല്ലുമോൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് ഞാനും അവളും ദേവിമോളുടെ വിവാഹത്തിന് വന്നിരുന്നില്ല. നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞു വെച്ചതുപോലെ പയ്യൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് ചെക്കനെയും പെണ്ണിനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയവർ വിവാഹം നടക്കാതെ തകർന്ന മനസ്സോടെ കടന്നു വന്നപ്പോൾ എനിക്കും ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ മോളുടെ വീട്ടുകാരോട് ഒത്തിരി ദേഷ്യം തോന്നി. പക്ഷേ അവരോടൊക്കെ തോന്നിയതിനേക്കാൾ ദേഷ്യം തോന്നിയത് മോളോടാണ്. കാരണം ബാക്കിയുള്ളവരേക്കാൾ കൂടുതൽ അടുപ്പം തോന്നിയത് മോളോടായിരുന്നില്ലേ?
പിന്നീട് ആമിമോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും ദേവിമോളുടെ സങ്കടം കാണുമ്പോൾ മോളോട് ദേഷ്യം തന്നെയായിരുന്നു. അതുകൊണ്ടാ മോളിവിടെ വരുമ്പോഴൊക്കെ ഞാൻ തല്ലു പിടിച്ച് കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ ആ പയ്യനുമായി പുറത്തു പോയി വന്നപ്പോൾ ദേവിമോളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ അതിന് കാരണം മോളാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ദേഷ്യം എല്ലാം മാറി. ശരിക്കും ഇപ്പോൾ ആൻറ്റിക്ക് എന്നോട് ദേഷ്യമില്ലേ? ഇല്ല, പണ്ടുണ്ടായിരുന്ന പോലത്തെ തന്നെ സ്നേഹമാണ് ഇപ്പോൾ എനിക്ക്. പക്ഷേ രാധികേച്ചിക്ക് അങ്ങനെയല്ലാട്ടോ. ആമി സങ്കടത്തോടെ ഒന്ന് ചിരിച്ചു. അതിന് കാരണം ഞാൻ തന്നെയാ. ദേവിമോള് കരഞ്ഞത് കാണുമ്പോൾ മോളെ കുറ്റപ്പെടുത്തി ഞാൻ സംസാരിക്കും. ക്ഷമാപണത്തോടെ മാലതി പറഞ്ഞു. സാരല്ലേ മോളെ, അമ്മ മനസ്സല്ലേ, മാറാൻ സമയമെടുക്കും. ദേവിമോള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ രാധിക ചേച്ചിയുടെ ദേഷ്യവും മാറും. രാധികാമ്മ ഇപ്പോൾ എവിടെയാ? ഇന്ന് അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നത് കൊണ്ട് നേരത്തെ എഴുന്നേറ്റു. അതുകൊണ്ട് തലവേദനയൊന്നും പറഞ്ഞു കിടക്കുക. ഇപ്പോൾ ആൻറ്റിയുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്. ദേവിമോള് ഈ പടിയിറങ്ങുന്ന അന്ന് ആമിമോള് ഈ പടി കയറി വരണമെന്ന ആൻറ്റിയുടെ ആഗ്രഹം. സന്തോഷത്താൽ നിറഞ്ഞ കണ്ണുകളാൽ ആമി ഓടിച്ചെന്ന് മാലതിയെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ഇത് കണ്ടുകൊണ്ടാണ് ദേവി താഴേക്കിറങ്ങി വന്നത്. ഇതിപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്? നിങ്ങൾ തമ്മിൽ ഇങ്ങനത്തെ ബന്ധമൊക്കെ ആയോ? ഞങ്ങൾ തമ്മിലുള്ള പിണക്കമൊക്കെ തീർന്നു ദേവി, ആമി സന്തോഷത്തോടെ പറഞ്ഞു. അല്ലെങ്കിലും മാലതി ആൻറ്റിക്ക് നിന്നോട് പിണക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചുമ്മാ എല്ലാവരുടെയും ഒപ്പം മസിൽ പിടിച്ച് നിന്നതല്ലേ ആള്. അതെ, നീ ഫുഡ് കഴിച്ചോ? വാ, നമുക്ക് ഒന്നിച്ച് കഴിച്ചിറങ്ങാം. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, പക്ഷേ നമ്മളിപ്പോൾ കഴിക്കുന്നില്ല. നമ്മൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് ലതാമ്മ ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി കഴിക്കാം. നീ എന്തിനാ നമ്മൾ വരുന്ന കാര്യമൊക്കെ പറയാൻ പോയത്? വെറുതെ ബുദ്ധിമുട്ടാവില്ലേ അവർക്ക്? ഒരു ബുദ്ധിമുട്ടില്ല. ആരെങ്കിലുമൊക്കെ ഇതുപോലെ ചെല്ലുന്നത് വലിയ ഇഷ്ടമാണ്. എന്നാലും വേണ്ടായിരുന്നു. അതിനിപ്പോൾ എന്താ കുഴപ്പം? അവരിവിടെ 2 പ്രാവശ്യം വന്നില്ലേ? വന്നപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടി തന്നെയാണ് പോയത്. അപ്പോൾ തിരിച്ചും അവർ ആഗ്രഹിക്കില്ലേ ആരെങ്കിലുമൊക്കെ അവിടെയും വരാൻ? ആമിമോള് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒന്നായി, ഞാൻ ഔട്ട്. അതെ, അതൊക്കെ നമുക്ക് വന്നിട്ട് തീരുമാനിക്കാം. ഇനിയും ഇവിടെ നിന്നാൽ ഉച്ചക്കത്തെ ഭക്ഷണം വൈകുന്നേരം കഴിക്കേണ്ടി വരും നമ്മൾ. മാലതി ആൻറ്റി, അമ്മ എഴുന്നേറ്റിട്ടില്ലല്ലോ? ഇല്ല, വിളിക്കണോ? വേണ്ട, എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞാൽ മതി ഞാൻ പോയെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം. മാലതിയോട് യാത്രയും പറഞ്ഞ് ആമയും ദേവിയും അവിടെ നിന്നും ഇറങ്ങി. എന്നാലും എൻ്റെ ചേച്ചി എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഓർത്തിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം. സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. വിച്ചുവിൻ്റെ വീട്ടിൽ വന്നതായിരുന്നു ആമയും ദേവിയും. വർഷയ്ക്കായി വാങ്ങിയ സാധനങ്ങൾ കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. ഒന്ന് മതിയാക്ക് പെണ്ണെ, അവർ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാ. ഒന്നും തോന്നരുത് മോളെ, ഇവൾ ഇങ്ങനെയാ. ആരെങ്കിലും എന്തെങ്കിലും സമ്മാനം കൊടുത്താൽ പിന്നെ വലിയ സന്തോഷമാണ്. ദേ, ആമിമോളോട് ചോദിച്ചു നോക്ക്. ഇതെല്ലാം കണ്ടുകൊണ്ട് വിച്ചു മോളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ദേവി വർഷയ്ക്ക് അവൾ വാങ്ങിയ സമ്മാനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നതും അത് കണ്ടിട്ട് വർഷയുടെ സന്തോഷവുമെല്ലാം അവൻ നോക്കി നിന്നു. പണ്ട് ഒരുപാട് തവണ വർണ്ണയുമായി ഇതുപോലെ ഫ്ലവർ ഷോയ്ക്കും ഷോപ്പിങ്ങിനുമൊക്കെ പോയിട്ടുണ്ട്. അവൾക്കായി അവൾ ഒരുപാട് വാങ്ങിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ തനിക്കും എന്തെങ്കിലും വാങ്ങും. ഒരിക്കൽ പോലും തൻ്റെ അമ്മയോ അനിയത്തിയെയോ ഓർക്കുകയോ അവർക്കെന്തെങ്കിലും വാങ്ങുകയോ ചെയ്തിട്ടില്ല. പെണ്ണുങ്ങളുടെ ഇഷ്ടം പെണ്ണുങ്ങൾക്കല്ലേ കൂടുതൽ അറിയൂ എന്ന് കരുതി താൻ വർഷയ്ക്കായി എന്തെങ്കിലും തിരഞ്ഞെടുത്ത് തരാൻ പറഞ്ഞാൽ പോലും വലിയ താല്പര്യമില്ലാത്തതുപോലെ നിൽക്കും. പിന്നെ പിന്നെ അവൾക്കൊപ്പമുള്ളപ്പോൾ അവർക്കൊന്നും വാങ്ങാതെയായി. വിച്ചുവേട്ടാ, അവിടെ നിന്നിട്ടാണോ ഇങ്ങോട്ട് വരാത്തത്? ഇറങ്ങി വാ. വിച്ചു മുകളിൽ നിൽക്കുന്നത് കണ്ട് ആമി വിളിച്ചു. ദേവിയും അവനെ മുകളിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. കാശുമായിട്ട് വന്നതാണോ? ദേവിയെ കളിയാക്കിക്കൊണ്ട് വിച്ചു ചോദിച്ചു. അവൾ ചമ്മലോടെ ഒന്ന് ചിരിച്ചു. ഒന്ന് പോടാ, കൊച്ചിനൊരു അബദ്ധം പറ്റി. നീ പിന്നെയും പിന്നെയും അത് പറഞ്ഞ് അതിനെ കളിയാക്കാതെ. ലത ദേവിക്കായി സംസാരിച്ചു. കുറച്ചു നേരം കൂടി കഴിഞ്ഞ് ലത അവർക്കായി ഊണ് വിളമ്പി. സന്തോഷത്തോടെ വിശേഷങ്ങൾ പറഞ്ഞ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഒന്ന് മുറ്റത്തേക്കിറങ്ങി. മുറ്റത്തുകൂടി നടക്കുന്നതിനിടയിൽ വിച്ചു ആമിയോട് അന്നുണ്ടായ സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. ദേവിയുടെ മുൻപിൽ അമ്പി നാണം കെട്ടതറിഞ്ഞപ്പോൾ ആമിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ അതാണ് അമ്മ വിളിച്ചപ്പോൾ ഏട്ടൻ വലിയ ദേഷ്യത്തിലാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അല്ലേ? അമ്മ എന്തു പറഞ്ഞു? ദേവിക്കും ആകാംക്ഷയായി. 2 ദിവസത്തേക്ക് എന്നോട് ആ ഭാഗത്തേക്ക് വരാൻ നിൽക്കണ്ട എന്നാ അമ്മ പറഞ്ഞത്. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. അന്നേരത്തെ വാശിക്ക് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. പക്ഷേ നിനക്കൊരു പാരയായി മാറുമോ ഇത്? ആമി പറയുന്നത് കേട്ട് വിച്ചുവിന് അവളെക്കുറിച്ച് പേടി തോന്നി.
എന്ത് പ്രശ്നം ഉണ്ടാവാൻ? ഇനി പ്രശ്നമുണ്ടായാൽ തന്നെ ഞാനതങ്ങ് സഹിച്ചു. എന്തായാലും ഇതെനിക്ക് സന്തോഷായി. കുറച്ചൊന്നുമല്ല അമ്പിയേട്ടൻ കാരണം ദേവി വേദനിച്ചിട്ടുള്ളത്. എന്നും ജയം അവർക്കായി മാത്രമായാൽ ശരിയാവില്ലല്ലോ. എന്തായാലും ഒരുപാട് ഒരുപാട് താങ്ക് യു. അവൻ്റെ ഇരു കവിളിലുമായി അമർത്തി വലിച്ചുകൊണ്ട് ആമി പറഞ്ഞു. അവർ തമ്മിലുള്ള സ്നേഹം ദേവിയും നോക്കി നിന്നു. എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ ആമി? കുറച്ചു നേരം കൂടി അവരുടെ സംസാരം നീണ്ടുപോയതിനു ശേഷം ദേവി ചോദിച്ചു. ശരി, ഇറങ്ങാം. ഇടയ്ക്കൊക്കെ ഇതുപോലെ രണ്ടുപേരും വരണേ. ദേവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വർഷ പറഞ്ഞു. ദേ ഇവള് ഇടയ്ക്കൊക്കെ വരും. ഞാൻ പണ്ടത്തെ പോലെ ഞായറാഴ്ചകളിലേ വരൂ. അതെന്താ? രണ്ടുപേരും കൂടെ ഒന്നിച്ചു വരുമ്പോഴല്ലേ രസം. നിനക്ക് നല്ല രസമായിരിക്കും. പക്ഷേ ഇന്ന് ഒരു ദിവസം ലീവ് ചോദിച്ചതിന് തന്നെ ഇവളുടെ ചേട്ടൻ എന്നെ കണ്ടിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ലീവ് ചോദിച്ചാലേ അങ്ങേരെന്നെ അവിടുന്ന് പുറത്താക്കും. അതും പറഞ്ഞ് അവൾ അകത്തു നിന്നും തൻ്റെ ബാഗ് എടുക്കാനായി പോയി. അധികം വൈകാതെ തന്നെ അവർ അവിടെ നിന്നും യാത്രയായി. എന്തായി? അവർ പറഞ്ഞത് മുഴുവൻ സത്യാണോ? പുറത്തു പോയി വന്ന അമ്പിയോടായി നീയ ചോദിച്ചു. എന്താവാൻ? ഞാൻ ചോദിച്ചവർക്കൊന്നും അങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ഒരു അറിവുമില്ല. ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ എല്ലാം കള്ളമായിരിക്കുമെന്ന്. പിന്നെ അയാൾ ആരാ? ആ ഫോട്ടോയോ? മാത്രല്ല അവളുടെ അയൽവാസികൾ പറഞ്ഞതോ? എന്തൊരു അധികാരത്തോടു കൂടി അവളുടെ അടുത്തയാൾ നിന്നത്. ആമിയെ വിളിച്ചിട്ട് എന്തായി? അമ്പി ദേഷ്യത്തോടെ ചോദിച്ചു. ഇന്നലെ രാവിലെ മുതൽ ഞാൻ അവളെ വിളിക്കുകയാ, ഫോൺ എടുക്കുന്നില്ലെന്നേ. അമ്മേ അമ്മേ ഒന്നിങ്ങ് വന്നേ. എന്താ? അമ്പി വിളിക്കുന്നത് കേട്ട് അവരുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നു. ആമി എങ്ങാനും വിളിച്ചിരുന്നോ ഇന്നലെയോ ഇന്നോ? ഇല്ല. അതെന്താ? അവളെന്നും അമ്മയെ വിളിക്കുന്നതല്ലേ? എന്നും വിളിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയും ഇന്നും അവൾ എന്നെ വിളിച്ചിട്ടില്ല. അതെന്താ? എന്നിട്ട് അമ്മയും തിരിച്ച് വിളിച്ചില്ലേ അവളെ? പ്രായപൂർത്തിയായ പെണ്ണല്ലേ, തോന്നിയതുപോലും നടക്കാൻ വിടുകയാണോ വേണ്ടത്? പെങ്ങളെപ്പറ്റി ചിന്തയുള്ളൊരാങ്ങള. അവർ മനസ്സിൽ അമ്പിയെ പുച്ഛിച്ചു. ഞാനിപ്പോൾ അവളെ വിളിച്ച് അങ്ങനെയൊന്നും അധികം അന്വേഷിക്കാറില്ല. അല്ലെങ്കിലും അവളുടെ മേൽ ഇപ്പോൾ നമുക്കാർക്കും അധികാരമില്ലല്ലോ. അതെന്താ? ദേഷ്യത്തോടെ നീയ ചോദിച്ചു. അത് അവിടുത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആമിയുടെ കാര്യങ്ങളെല്ലാം ഇനി അദ്ദേഹം നോക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ കൂടുതലായി എന്തെങ്കിലും ചോദിച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയൊരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ മനസ്സിൽ കരുതി വെച്ചിരുന്ന കള്ളം അവർ പറഞ്ഞു. അങ്ങനെ അയാൾ പറഞ്ഞെന്ന് കരുതി അവൾ ഇവിടുത്തെ കുട്ടി ആവാതിരിക്കില്ലല്ലോ. അമ്മ ഒരു കാര്യം ചെയ്യേ, അമ്മയുടെ ഫോൺ എടുത്ത് അവളെ ഒന്ന് വിളിക്ക്. ഞാൻ രാത്രി വിളിച്ചോളാം. അപ്പോഴാണ് അവളോട് സംസാരിക്കാറ്. അതിന് അമ്മയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാ. ഏട്ടൻ പറഞ്ഞതുപോലെ അമ്മ ഒന്ന് വിളിച്ചേ. താല്പര്യമില്ലെങ്കിലും ഇനിയും എന്തെങ്കിലുമൊക്കെ വഴക്കവർ ഉണ്ടാക്കുമെന്ന് പേടിച്ച് അവർ ഫോണെടുത്ത് ആമിയെ വിളിച്ചു. എന്താ അമ്മേ? ദേവിയെ വീട്ടിലാക്കി തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുകയായിരുന്നു ആമി. രണ്ടാമത്തെ ബെല്ലടിച്ച് നിൽക്കുന്നതിന് മുന്നേ ഫോണെടുത്ത് ആമി ചോദിച്ചു. അമ്മയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് അമ്പി ആ ഫോൺ പിടിച്ചു വലിച്ചു വാങ്ങി. അമ്മയല്ല, ഞാനാ വിളിച്ചത്. ഏട്ടനോ? എന്താ കാര്യം? ഇന്നലെ തൊട്ട് നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, നീ എന്താ ഒന്ന് ഫോൺ എടുക്കാത്തത്? എനിക്ക് കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. എന്ത് തിരക്കാണെങ്കിലും ഇത്രയും പ്രാവശ്യം അടുപ്പിച്ച് വിളിക്കുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യമാണെന്ന് ചിന്തിച്ചുകൂടെ നിനക്ക്? അതൊക്കെ പോട്ടെ, ഞാൻ വിളിച്ചത് വേറൊരു കാര്യം അറിയാനാ. എന്താ? അത് ദർശൻ്റെ വീട്ടിൽ ഈ അടുത്ത് എന്തെങ്കിലും ചടങ്ങ് നടന്നിരുന്നോ? അമ്പിയാണെന്ന് കേട്ടപ്പോൾ തന്നെ കാര്യം ഏതാണ്ട് ഊഹിച്ചുകൊണ്ട് തന്നെ അവൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. നടന്നിരുന്നല്ലോ. തലയൊക്കെ ആട്ടി ഒരു വിജയചിരിയോടെ ആമി പറഞ്ഞു. എന്ത് ഫംഗ്ഷൻ? ദേവിയുടെ വിവാഹനിശ്ചയം. നീയും അമ്പിയും ഞെട്ടി. ആരുമായി? വിവേക് മാധവ് എന്നാണ് ആളുടെ പേര്. വലിയ ബിസിനസ്സുകാരനാണ്. പത്മ ജ്വല്ലറിയൊക്കെ ഇല്ലേ, അതൊക്കെ ആളുടെയാണ്. പിന്നെ ഒന്നും ചോദിക്കാൻ അമ്പിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. വേറൊന്നുമില്ലെങ്കിൽ ഞാൻ വെച്ചോട്ടെ, ഞാൻ വണ്ടി ഓടിക്കുകയാണ്. അതിനുള്ള മറുപടി കേൾക്കാൻ നിൽക്കാതെ തന്നെ അവൾ ഫോൺ കട്ട് ചെയ്തു. രണ്ടുപേരും കുറച്ചൊന്നിരുന്ന് ആലോചിച്ച് വിഷമിക്കേ. കുറച്ചുനാൾ ഇതിൻ്റെ പുറകെ ഒന്നോട്. അപ്പോഴേക്കും ഞാൻ അവരുടെ കാര്യം സെറ്റാക്കും. സ്നേഹിച്ച് വഞ്ചിച്ച കാമുകിയുടെ കല്യാണം കൂടാനാണ് അമ്പിയേട്ടാ നിങ്ങളുടെ യോഗം. അമ്പി ഫോൺ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തു. അതുമായി അവർ അകത്തേക്ക് പോയി. ഇപ്പോൾ അവളുടെ വായിൽ നിന്നും തന്നെ സത്യം കേട്ടപ്പോൾ തൃപ്തിയായില്ലേ നിനക്ക്? ഇതെങ്ങനെ സംഭവിച്ചു ഏട്ടാ? ഏട്ടനെ മറന്നൊരു ജീവിതം തുടങ്ങാൻ അവൾക്ക് എങ്ങനെ സാധിച്ചു? അതൊന്നും എനിക്കറിയില്ല. കേട്ടത് മുഴുവൻ സത്യമാണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. വരട്ടെ, ആമി പറഞ്ഞത് പൂർണ്ണമായിട്ട് വിശ്വസിക്കണ്ട. ഇനി അവൾ പറഞ്ഞത് കളവാവട്ടെ. പക്ഷേ ഇന്നോ നാളെയോ ഇത് നടക്കുമല്ലോ. അപ്പോൾ എന്തു ചെയ്യും? ഇല്ല ഏട്ടാ, അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെ ഏട്ടനെ മറന്ന് കളയാൻ ദേവിക്കാവില്ല. നോക്കിക്കോ,
കുറച്ചു നാൾ കഴിയുമ്പോൾ ദർശൻ ഇവിടെ വരും. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും. നീ പറഞ്ഞപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെയൊരു വിശ്വാസം. പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞു തുടങ്ങി. തൻ്റെ മനസ്സിലുള്ളത് മറച്ചു വെക്കാതെ അമ്പി പറഞ്ഞു. ആദ്യം കാര്യം സത്യമാണോ എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ബാക്കിയുള്ളതിനെപ്പറ്റി ചിന്തിക്കാം. ആമി അപ്പാർട്ട്മെൻറ്റിൽ എത്തിയപ്പോൾ കാർത്തികയും ഉണ്ണിയച്ഛൻ്റെ വീട്ടിൽ നിന്നും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് സ്വാതി അന്ന് നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. സ്വാതിയുടെയും സുഭാഷിൻ്റെയും കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. രാത്രിയായപ്പോൾ ശ്രുതി അവർക്കുള്ള ഭക്ഷണവുമായി എത്തി. ആഹാ, കാര്യമായിട്ടുണ്ടല്ലോ. ഭക്ഷണത്തിൻ്റെ പാത്രങ്ങൾ തുറന്നു നോക്കിക്കൊണ്ട് ആമി ചോദിച്ചു. നിങ്ങളെ അങ്ങോട്ടേക്ക് വിളിക്കാൻ ഞാനും അച്ഛനും പറഞ്ഞതാ. അമ്മ സമ്മതിച്ചില്ല. ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് അവകാശത്തോടെ കൊണ്ടുവന്നാൽ മതി സ്വാതിയെ എന്നാ അമ്മ പറഞ്ഞത്. അത് കേട്ട് സ്വാതി നാണത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ ഇവരുടെ കാര്യം സെറ്റായി. പിന്നെ നിന്റെ മനുവിൻ്റെ കാര്യം ഞാനത് ദാസച്ചനോട് സംസാരിച്ചിട്ടുണ്ട്. മിക്കവാറും അടുത്ത ആഴ്ച ഒരു ഇൻ്റർവ്യൂ ഉണ്ടാകും. ഒന്ന് പ്രിപ്പയർഡായിരുന്നോളാം പറ. ഇനി ദേവിയുടെ കാര്യമാണ്. അതെന്തായി? ഇനിയും അവസരങ്ങൾ ഉണ്ടാക്കണം. അവർ രണ്ടുപേരും ഒന്നിച്ച് കാണാൻ. എന്നാലേ എന്തെങ്കിലും നീക്കുപോക്കുണ്ടാകൂ. എന്തെങ്കിലും വഴി തെളിയോ എന്ന് നോക്കട്ടെ. നീയൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ എന്തെങ്കിലും വഴി കിട്ടാതിരിക്കോ മോളെ? ഇക്കാര്യത്തിൽ നിന്നെ തോൽപ്പിക്കാൻ ഈ ഭൂമിയിൽ ആരും ഉണ്ടാകില്ല. പക്ഷേ അവരുടെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും എന്തെങ്കിലും വഴി തെളിയോ എന്ന് ഞാൻ നോക്കട്ടെ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടു. മാലതിയുമായി ഉണ്ടായ സംസാരം ആമി അവരോട് പങ്കുവെച്ചു. അത് കേട്ടപ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമായി. രാധികയുടെ മനസ്സുകൂടി മാറിയിരുന്നുവെങ്കിൽ എന്ന് എല്ലാവരും മനസ്സാൽ ആഗ്രഹിച്ചു.